നമ്മൾ എറിഞ്ഞു കളയുന്ന ഫൈബർ പ്ലേറ്റുകൾ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഗാർഡൻ ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ പഴയ ഫൈബർ പ്ലേറ്റുകൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നന്നായി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെർലൈറ്റും ചകിരിച്ചോറും കമ്പോസ്റ്റും മാത്രമാണ്, മണ്ണ് ഉപയോഗിക്കുന്നില്ല. ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റുകൾ, ഒരുപാട് വേരുകൾ താഴേക്ക് പോകാത്ത ചെറിയ പ്ലാന്റുകളായിരിക്കണം ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുൻപ് നാളുകൾക്ക് മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കാണാം. ഇതിൻ്റെ അപ്ഡേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നനയ്ക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ സ്പ്രേ ചെയ്ത് മാത്രമേ ഇത് നനയ്ക്കാൻ പാടുള്ളൂ. ഇതിന് ഹോളില്ലാത്ത പോട്ടാണ്. അതുകൊണ്ട് സ്പ്രേ ചെയ്ത് മാത്രം, വെള്ളം അതിൻ്റെ ഉള്ളിൽ അടിയിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. ആ രീതിയിൽ വേണം ഇത് നനച്ച് കൊടുക്കാനായിട്ട്. ചിലർക്കെങ്കിലും സംശയമുണ്ടാവും ഇതിൻ്റെ അകത്ത് പ്ലാന്റുകൾ വളരുമോ എന്ന്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ